നയൻതാര ധനുഷ് അതിൽ ഏറ്റവും ആദ്യം നയൻതാരയ്ക്ക് അനുകൂലമായി ഒരു നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് പാർവതിയാണ്. അപ്പോൾ എങ്ങനെയാണ് അത്ര ഒരു നിലപാടിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ അത്ര ഒരു നിലപാടെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? I saw her post and I think immediately I felt like sharing it because ഒരു വ്യക്തിക്ക്, അതായത് തനിയെ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു കരിയർ, സെൽഫ് മെയ്ഡ് വുമൺ എന്ന് പറയാൻ പറ്റുന്ന ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന നയൻതാരയ്ക്ക് ഇങ്ങനെയൊരു 3 പേജ് ഓപ്പൺ ലെറ്റർ എഴുതേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ ഐ നോ ഹർ, ബട്ട് നമ്മൾ എല്ലാവർക്കും അറിയാം ഷീ ഈസ് നോട്ട് സമ്മൺ ഹു ഗിവ്സ് ഇന്റർവ്യൂസ്, അങ്ങനെ വെറുതെ സ്റ്റേറ്റ്മെന്റ്സ് പറയില്ല. സോ ഇഫ് സംബഡി ഈസ് റിട്ടൺ 3 പേജിൽ അവർ അണ്ടർഗോ ചെയ്ത വിഷമങ്ങൾ എന്താണ്, അതുകൊണ്ടാണല്ലോ അതിന് ഓപ്പൺ ലെറ്റർ എന്ന് പറയുന്നത്. ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷീ വിൽ ഡു എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. ഐ ഫെൽറ്റ് ലൈക്ക് ഐ നീഡ് ടു സപ്പോർട്ട് ഹർ ബിക്കോസ് ദാറ്റ്സ് എ റിയൽ ഇഷ്യൂ ദാറ്റ് ഷീ ഈസ് ഗോയിങ് ത്രൂ ആൻഡ് ഐ സപ്പോർട്ട് ഹർ ഇൻ ദാറ്റ്. ഞാൻ ആദ്യം ചെയ്തതുകൊണ്ടാണ് ഫുൾ സപ്പോർട്ട് എന്നൊന്നുമല്ല. ഐ തിങ്ക് എവറിബഡി ഹു സപ്പോർട്ടഡ് കുഡ് സീ ദാറ്റ് അതിലൊരു വാല്യൂ ഉണ്ട്. വാട്ട് ഷീ സേയിങ് ഇസ് ട്രൂ ആൻഡ് ഐ തിങ്ക് ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ എല്ലാവരിലും കാണാൻ കഴിയും. അതുകൊണ്ടും കൂടിയാണ്. സോ ഐ ഫീൽ ലൈക്ക് ദാറ്റ് വാസ് എ വെരി വാലിഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു ഡു. ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് നമ്മൾ നയൻതാരയെ പറയുന്നത്. പക്ഷേ എന്നിട്ട് പോലും നയൻതാരയ്ക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് പല നായികമാരുടെ അടുത്തും സപ്പോർട്ട് വന്നു. പക്ഷേ മറ്റൊരു തരത്തിൽ അതൊരു വലിയ വിഷയമായി സിനിമ ഇൻഡസ്ട്രിക്കുള്ളിൽ മറ്റു പലരും എടുത്തിട്ടില്ല. അതിനും പുറമെ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അതിന്റെ റീസൺ എന്തായിട്ടാണ് കാണുന്നത്? ബേസിക് ടാക്ടിക് അല്ലേ, ഐസൊലേഷൻ എന്നുള്ളതാണല്ലോ. ഒരു മാറ്റത്തിനായിട്ട് അല്ലെങ്കിൽ തൻ്റെതായിട്ടുള്ള അവകാശങ്ങളെ പറ്റിയിട്ട് ആര് സംസാരിക്കുകയാണെങ്കിലും അത് നമ്മുടെ കംഫർട്ടിന് കുറച്ച് പുറത്തായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ബേസിക് ടാക്ടിക് എന്താ, അവരെ ഐസൊലേറ്റ് ചെയ്യുക അവരെ. ആൻഡ് ഇത് അത്യാവശ്യം ഞാൻ അണ്ടർഗോ ചെയ്തുകൊണ്ട് എനിക്കറിയാം. ആദ്യമായിട്ടൊക്കെ സൈബർ ആക്രമണം നേരിടുന്ന ആൾക്കാർക്ക് എസ്പെഷ്യലി അത് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യും. ആൻഡ് ദാറ്റ്സ് നോട്ട് എ ഫെയർ തിങ് ടു ഡു. ഇറ്റ്സ് എ ക്രൈം. One must not do it. പക്ഷേ ഐ തിങ്ക് നയൻതാര ഹാസ് റീച്ച്ഡ് എ സ്റ്റേറ്റ് വെയർ ഇറ്റ് വോണ്ട് റീച്ച്. ഇത്രയും നെഗറ്റിവിറ്റീസിലൂടെ തരണം ചെയ്തിട്ടാണ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത്. സെക്കൻഡ് തിങ് ഇസ് ഈവൻ ഫോർ മീ, സൈബർ ആക്രമണം ആ വഴിയെ നടക്കും. വി നോ വൈ ഇറ്റ് ഹാപ്പൻസ്. അതിനായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിനായിട്ട് നമ്മളെ തരം താഴ്ത്താൻ വേണ്ടിയിട്ട് വരും ആൾക്കാർ കുറവേ. ദാറ്റ് ദേ ലെറ്റ് ദം ഡു വാട്ട് ദേ ഹാവ് ടു ഡു. ന്യായം നീതി എന്നുള്ളത് എല്ലാവർക്കും പറഞ്ഞ കാര്യമാണ്. സോ ഐ ഹാവ് സ്പേസ് ടു സ്പീക്ക്, ഐ വിൽ സ്പീക്ക് എന്നുള്ളൊരു സംഭവം തന്നെയാണ് ഷീസ. സെക്കൻഡ് തിങ് ഇസ് മറ്റുള്ള ആൾക്കാർ എത്ര പേര് സംസാരിച്ചില്ല, സ്പീക്സ് അബൌട്ട് ദം. ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയല്ല. നോട്ട് എവരിബഡി ക്യാൻ. അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. ഇപ്പം എനിക്ക് എന്നത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ടല്ല ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ സപ്പോർട്ടിന്റെ ഇല്ലായ്മ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതിലൂടെ കടന്നുപോയതാണ് ഞാൻ. സപ്പോർട്ട് കിട്ടുമ്പോൾ അതെങ്ങനെ മാറ്റി എൻ്റെ ലൈഫ് എന്നും ഞാൻ അറിഞ്ഞു. സോ ആ രീതിയിൽ നോക്കുമ്പോൾ ഐ വിൽ ഓൾവേസ് ബി ദെയർ ഫോർ, എസ്പെഷ്യലി വെൻ ഇറ്റ്സ് എ വുമൺ, ഐ വിൽ ബി ദെയർ, ബട്ട് ഐ വിൽ ബി ദെയർ ഫോർ ദ റൈറ്റ് തിങ്. ഇപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു പ്രൊട്ടസ്റ്റിന് തുടക്കം കുറിച്ച ഒരാൾ കൂടിയാണ് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ. നിലപാടുകൾ പറഞ്ഞുകൊണ്ട് തന്നെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പൊരുതിയാളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിപ്പോൾ റിപ്പോർട്ടൊക്കെ വന്നത്. പക്ഷേ ഇപ്പോഴും അമ്മ സംഘടന വീണ്ടും വരികയാണ്. ആരോപണ വിധേയരായവർ തന്നെ പിന്നെ അതിൻ്റെ തലപ്പത്തേക്ക് വരും എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. അതിനോട് എന്താണ് പ്രതികരണം? ഒരു പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്ട്രോങ് ഫീലിംഗ് ഇല്ല. ബിക്കോസ് നമ്മളിത് പിന്നെയും കണ്ടിട്ടുണ്ട്. ഒരു വലിയൊരു ഷോ നടക്കുമ്പോൾ വി നോ അത് ഒരു ഡിസ്ട്രാക്ഷൻ ടാക്ടിക് ആണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സോ വെൻ പീപ്പിൾ സേ ഗ്രാൻഡ് സ്റ്റേറ്റ്മെന്റ്സ്, അവർ ചെയ്യുന്ന ചെയ്തി എന്താണെന്നാണ് ഞാൻ നോക്കുക, നോട്ട് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, സെയിം തിങ് ഞാൻ കളക്റ്റീവിനെ പറ്റി പറയുകയാണെങ്കിൽ കളക്റ്റീവ് മേ നോട്ട് സ്പീക്ക് ഘോരമായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നു, നമ്മളത് ചെയ്യുന്നു, വി ആർ ഡൂയിങ് അവർ വർക്ക്. അതിന്റെ ഇമ്പാക്ട് മാത്രമേ നിങ്ങൾ അറിയേണ്ട ആവശ്യമുള്ളൂ എന്ന് എനിക്ക് അറ്റ്ലീസ്റ്റ് തോന്നാറുണ്ട്. ഐ എം നോട്ട് സ്പീക്കിംഗ് ഫോർ ദ കളക്റ്റീവ്. സെക്കൻഡ് തിങ് ഇസ് തലപ്പത്തുള്ളവർ പലവർ മുമ്പുള്ളവർ തന്നെ വരട്ടെ, വന്നിട്ടും ആര് പുതിയത് വന്നാലും പഴയ ആൾക്കാർ വന്നാലും അവരെന്താ ചെയ്യുന്നതെന്ന് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. AMM തിരിച്ച് വരാൻ പാടില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അതാരും പറഞ്ഞിട്ടില്ല. ഒരു സംഘടന ഉണ്ടാവണം, എത്ര കാലം ഉണ്ടാക്കിയെടുത്തിട്ടൊരു സംഘടനയാണ്. സോ അതിനൊരു നല്ല ലീഡർഷിപ്പ് വരികയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, റൈറ്റ്? ബട്ട് ഹിയർസ് ദ തിങ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു സെൻസേഷണലിസത്തിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമാകില്ല. അത് ഉറപ്പുവരുത്താൻ നമ്മളെല്ലാവരും ഉണ്ട്. ബിക്കോസ് നമ്മളുടെ ചോരയും നീരും നമ്മളുടെ കഷ്ടപ്പാടുകളൊക്കെ അതിലേക്ക് പോയിട്ടുണ്ട്. സോ ഇത് നമ്മുടെ വർക്ക് പ്ലേസ് ഇഷ്യൂ ആണ്. അതിനെ വളരെ റെസ്പെക്റ്റോടെയും ഓണറോടെയാണ് ഞാൻ കാണുന്നത്, കളക്റ്റീവിലുള്ള ആൾക്കാർ കാണുന്നത്, പലവരും കാണുന്നത്. ഇപ്പോൾ മീഡിയയിലുള്ള താങ്കളെ പോലെ പല ആൾക്കാരും ആലൈസ് ആയിട്ട് നിൽക്കുന്നതിന് കാരണം കൂടെ ഇതൊരു ലോങ് ഫൈറ്റ് ആണ്. ഇറ്റ്സ് നോട്ട് എ സ്പ്രിന്റ്, ഇറ്റ്സ് എ മാരത്തോൺ. വി ഹാവ് എ ലോങ് വേ ടു ഗോ. ഒരുപാട് കാര്യങ്ങൾ വി കാൺട്ട് അത് ഡിസ്മാൻഡിൽ ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. ആൻഡ് അത് ടൈം എടുക്കുന്നത് ആരെയും പേടിപ്പിക്കാനോ വലിച്ച് താഴെ ഇടാനോ ഒന്നുമല്ല. ഇറ്റ് ഇസ് സോ ദാറ്റ് വി ഓൾ ഓഫ് us can have a fair and equal work place. എല്ലാവർക്കും ഫെയർ ആൻഡ് ഈക്വൽ വർക്ക് പ്ലേസ് കിട്ടണം. ആശയം നല്ലതാണ്. പക്ഷേ ഇവർ മുമ്പോട്ട് വെച്ച ആശയം, ഇവർ മുമ്പോട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നു. പക്ഷേ അതിനുശേഷം അവരുടെ ഭാഗത്തു നിന്നൊരു ഡൗൺ വന്നിട്ടുണ്ട്. നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നുണ്ട്. ഇപ്പം തന്നെ പഴയ ആൾക്കാർ തന്നെ സ്ഥാനത്തോട്ട് വരുന്നതിൻ്റെ അകത്ത് എതിർപ്പില്ല. ദാറ്റ് മീൻസ് അവരതിനകത്ത് ബോധേഡല്ല. അതാണ് ഇത്, ബോധേഡല്ല. അല്ലെ പഴയ സ്ഥാനത്തോട്ട് വരുന്നവർ, ഒരു കേസിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നവർ, അവർ വീണ്ടും ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് എന്നാലും ഇങ്ങനെ WCCയുടെ അംഗമായിട്ട് നിൽക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഒരു റിജക്ഷൻ വേണം. അവരുടെ ഭാഗത്ത് നിന്ന് ആ റിജക്ഷൻ വരുന്നില്ല. അതുപോലെ നയൻതാര മാറ്റർ ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ നയൻതാര മാറ്ററിൽ എന്തിൻ്റെ ബേസിലാണ് സപ്പോർട്ട് ചെയ്യുന്നുള്ളത് അവർക്ക് പോലും എനിക്ക് തോന്നുന്നില്ല മനസ്സിലായിട്ടുണ്ട്. കോപ്പി റൈറ്റ് ധനുഷിൻ്റെ പേരിലുള്ളതാണ്. ധനുഷിൻ്റെ കൈവശം വെച്ചിരിക്കുന്ന പ്രൊഡക്ഷൻ അദ്ദേഹത്തിനാണ് അതിൻ്റെ റൈറ്റ് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ ഈ സാധനം എടുത്ത് തൻ്റെ ലൈഫ് ഡോക്യുമെൻ്ററി, മാരേജും ജീവിതം വരെയുള്ള ഡോക്യുമെൻ്ററിക്കകത്ത് നെറ്റ്ഫ്ലിക്സിന് സെല്ല് ചെയ്ത്
3 സെക്കൻഡ്സിൻ്റെ യൂസ് ചെയ്ത് എത്ര യൂസ് ചെയ്താലും അത് നമ്മളവിടെ കൺസെൻറ്റ് ഇല്ലാതെ യൂസ് ചെയ്യാൻ നമുക്കൊരു റൈറ്റ് ഇല്ല. ഞാൻ എൻ്റെ പണ്ട് നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞ സാധനം അത് റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അത് ക്രിയേറ്റർ അല്ല ഓണർ അതിൻ്റെ അവകാശിയാണ് അവരുടെ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. നയൻതാര എൻ്റെ പഴയ വീഡിയോ ഉണ്ട്, കരിങ്കാരി അല്ലേ എന്നുള്ളൊരു പാട്ടുള്ള ഒരു നമുക്കറിയാം വളരെ പോപ്പുലർ ഫഹദ് ഫാസിലിൻ്റെ ആവേശത്തിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള കത്തിയും പിടിച്ചിട്ടുണ്ട്. ആ സോങ്ങിൻ്റെ ഒറിജിനൽ ക്രിയേറ്ററിൻ്റെ പെർമിഷൻ ഇല്ലാതെയാണ് അവരുടെ ആ സോങ് നയൻതാരയുടെ അവർക്ക് ഓൺ കമ്പനി ഉണ്ട് പാഡ്സിൻ്റെ, ലേഡീസ് ഉപയോഗിക്കുന്ന പാഡ്. ആ കമ്പനിയുടെ ആഡിൻ്റെ അകത്ത് പുള്ളിക്കകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ആഡ് വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരത് ബിസിനസ്സിൻ്റെ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. അത് പിന്നീട് കേസ് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ 2 ദിവസം മുമ്പ് എനിക്കത് ചെയ്തേ ഉള്ളൂ. ഇതൊക്കെ ചെയ്യുമ്പം ക്രിയേറ്ററിൻ്റെ കൺസെൻറ്റ് മസ്റ്റാണ്. ഈ കൺസെൻറ്റ് ഇല്ലാതെ ചെയ്തിട്ട് നമ്മൾ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ക്രിയേറ്ററിനാണ് നമ്മൾ ഏത് കോടതിയിൽ പോയാലും അത് ക്രിയേറ്ററിൻ്റെ അവകാശമാണ്. ഇപ്പോൾ പ്രൊഡ്യൂസറായിട്ട് നിൽക്കുന്ന ധനുഷാണ് അവിടെ ക്രിയേറ്റർ. ധനുഷിന് പ്രശ്നമില്ല, നോ പ്രോബ്ലം. ധനുഷിന് പ്രശ്നമുണ്ടെങ്കിൽ അത് പ്രോബ്ലമാണ്. അതാണ് ധനുഷ് കോടതിയിൽ പോവുകയും കോമ്പൻസേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഇത് നയൻതാരയുടെ വീട്ടിൽ അച്ഛനും അമ്മയെ കാണിക്കാനുള്ള വീഡിയോ അല്ല, നാട്ടുകാരെയും കുടുംബക്കാരെയും കാണിക്കാൻ വേണ്ടി ഒരു കല്യാണ വീഡിയോ ചെയ്തതല്ല. അത് ബിസിനസ്സാക്കി നെറ്റ്ഫ്ലിക്സ് പോലുള്ള ഒരു അന്താരാഷ്ട്ര കുത്തക കമ്പനിക്ക് വിൽക്കുമ്പം അത് മണിക്ക് വേണ്ടിയാണ് ബിസിനസ് ചെയ്തിരിക്കുന്നത്. ഞാൻ മറ്റേ വീട്ടിലും നിങ്ങളുടെ വീട്ടിൽ കാറുണ്ട്, അപ്പുറത്തെ വീട്ടിൽ നിങ്ങളുടെ വളരെ അടുത്തുള്ള സുഹൃത്താണ്, നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ രാത്രി ആ കാർ എടുത്ത് ഓടിച്ച് തിരിച്ചു കൊണ്ടിടും. നിങ്ങൾ നോക്കുമ്പോൾ എല്ലാ ദിവസം ഒരു ദിവസം നിങ്ങൾ CC ക്യാമറ നോക്കിയ സമയത്ത് നിങ്ങളുടെ കാർ ഒരു 2 ആഴ്ചയായിട്ട് ഈ അളിയൻ എന്ന് വണ്ടി ഓടിച്ച് പഠിച്ചുകൊണ്ട് ഈ വണ്ടി നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ എന്നിട്ട് തിരിച്ചു പോകും. അപ്പം നിങ്ങൾ ആളുടെ പുള്ളി ചോദിക്കും എന്തിനാണ് നിങ്ങൾ എൻ്റെ വണ്ടി എടുത്തെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറയും, അത് ഞാൻ ചുമ്മാ എടുത്തതേ ഉള്ളൂ, നിങ്ങൾ നഷ്ടമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? നിങ്ങൾക്ക് ദേഷ്യം എത്ര സൗഹൃദമാണല്ലോ അവിടെ ആ സൗഹൃദം പാളും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു മാറ്ററിൽ അതൊരു ബിസിനസ്സായിട്ട് കൂട്ടുകാരൻ ഓടിച്ചല്ല, രാത്രി നിങ്ങളുടെ കാർ കൂട്ടുകാരൻ വേറെ ഡ്രൈവറിനെ വെച്ച് ടാക്സി ഓടിക്കുകയാണ് ഈ കേരളത്തിലുള്ള പല സ്ഥലത്തോടെ, തിരിച്ച് നേരം വിളിക്കുമ്പോൾ വണ്ടിയുടെ വന്ന് കിടക്കുന്നുണ്ട്. ബിസിനസ്സാണ്, നിങ്ങളത് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. അത്രയേ ഉള്ളതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളുടെ ഒരു കണ്ടന്റൊക്കെ വേണം എടുക്കാം വേണ്ടി ചോദിച്ചിട്ട്, പക്ഷേ അതൊരു ബിസിനസ് ആകും. നയൻതാരയും ധനുഷും സുഹൃത്തുക്കളാണ്, നമുക്കറിയാം. അല്ലെന്നുണ്ടെങ്കിൽ അവർ എത്ര വർഷമായിട്ട് അറിയാം, അവരൊക്കെ സൗഹൃദങ്ങളുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ അത് യൂസ് ചെയ്താൽ നമുക്ക് റൈറ്റ് ഇല്ല. ഇപ്പം ഞാൻ പറയില്ല കരിങ്കാലി അല്ലേ എന്നുള്ള സോങ്, ആ ചെറുപ്പക്കാരൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ അവിടെ യൂസ് ചെയ്ത് കേസായത് കോടതി വന്നാൽ ഇവിടെ നിലപാട് ഒട്ടും ശരിയല്ല. നയൻതാര പാർവതി സപ്പോർട്ട് ചെയ്യോ ഇല്ലയോ എന്നുള്ള പാർവതിയുടെ വ്യക്തിപരമായ കാര്യം. പക്ഷേ പാർവതി അനുഭവിക്കുന്ന ഇഷ്യൂവും നയൻതാര അനുഭവിക്കുന്ന ഇഷ്യൂവും എൻ്റയർലി ഡിഫറെൻറ്റ്. രണ്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മാറിപ്പോവുക. നയൻതാര അഡ്രസ്സ് ചെയ്തിരിക്കുന്ന കോപ്പി റൈറ്റിന് അവർക്ക് ഫ്രീ കിട്ടണമെന്നാണ്. പാർവതിയുടെ മാറ്റർ അതല്ല എന്ന് നമുക്കറിയാമല്ലോ, എന്തൊക്കെയാണ് നിങ്ങൾ വാർത്തയിലൊക്കെ കാണുന്നതല്ലേ. പിന്നെ അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന അഡ്രസ്സ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പൊക്കി ഒരു ഹൈപ്പിച്ച് കൊണ്ടുവന്നു. പക്ഷേ അന്ന് ടി വിയിലോട്ട് ഈ സാധനങ്ങളെല്ലാം വന്നൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് താഴാൻ തുടങ്ങി. താഴ്ന്ന് ഇവരുടെ ഭാഗത്തുനിന്നും ഡൗൺ ആണ്. WCCയുടെ ഭാഗത്തുനിന്ന് വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒന്നും അപ്ഡേഷൻസും ന്യൂസിൽ വരാറില്ല. ഇങ്ങനെ താഴ്ന്ന് ഇപ്പം നിങ്ങൾ പലരും ഈ മാറ്റേഴ്സിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇവിടെയും സെക്രട്ടേറിയറ്റും വെച്ച് നടന്ന, പേര് ഞാൻ പറഞ്ഞില്ല, കേസിൽ അവർ പരാതിക്കാരില്ല, നമ്മളിതിൻ്റെ പേര് പറഞ്ഞ് ഫോട്ടോ വെച്ച് നിൽക്കുകയും നമുക്കെതിരെ കേസാവും. അതുകൊണ്ട് ആ പരാതിക്കാരി വിഡ്രോ ചെയ്തു. ഞാൻ കേട്ടോ അവർ പറയുന്നത് മീഡിയാസ് അത് ഫോർവേഡ് ചെയ്യുന്നില്ല, അവർക്ക് വേണ്ടത്ര സപ്പോർട്ട് കിട്ടുന്നില്ല, അവർ പറയുന്ന റീസൺസ് പറയുന്നത്. ഇവരുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് എന്തുകൊണ്ട് അവർ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ കാലത്ത് സപ്പോർട്ടിലോട്ട് വരാത്ത, നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് മുമ്പോട്ട് തന്നെ പോകണം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാവരും അത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, അത് അവരുടെ വ്യക്തിപരമായ കാര്യം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.